ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ നോർമലി ചെയ്യുന്ന സ്ക്രഞ്ചീസിൽ നിന്നും ഒരു വെറൈറ്റി മോഡലാണ് ചെയ്യാൻ പോകുന്നത്. അതും നമുക്ക് മെഷീൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഫുൾ നമുക്ക് കൈ തയ്യലിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ക്രഞ്ചിയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സാറ്റിൻ മെറ്റീരിയൽ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ആക്കാം, പക്ഷെ സ്ക്രഞ്ചി ചെയ്യാൻ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മളുടെ സാറ്റിൻ തന്നെ ആട്ടോ. അപ്പൊ ഞാൻ സാറ്റിൻ മെറ്റീരിയലിൽ നിന്ന് കുറച്ചധികം പീസ് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം റേഡിയസ് ഒരു 8 സെന്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു റൗണ്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പൊ ഞാനൊരു 28 പീസോളം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ രണ്ടാക്കി മടക്കുക, പിന്നെ വീണ്ടും ഒന്ന് മടക്കിയിട്ട് ആ കോൺ പോലെ ഇരിക്കുന്ന ഭാഗത്ത് നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലൈറ്റർ യൂസ് ചെയ്തിട്ട് ചുറ്റിലും നമ്മളൊന്ന് ഉരുക്കി കൊടുക്കുക. അതുപോലെ ആ കട്ടിട്ട് ആ സെന്ററിൽ കട്ടിട്ട് ആ ഒരു ഭാഗത്ത് കൂടി നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ ഈ ഒരു 8 സെന്റിമീറ്റർ റേഡിയസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും തന്നെ റേഡിയസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലും ഒരു വലിയ ഒരു ബോട്ടിലിന്റെ അടപ്പോ അല്ലെങ്കിൽ വലിയൊരു പാത്രമൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് എല്ലാ പീസും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. എങ്ങനെയാ മടക്കി കട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നല്ലപോലെ ശ്രദ്ധിച്ച് കാണാം. എന്നാലാണ് ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്ത് മൊത്തത്തിൽ ഒന്ന് ഉരുക്കിയെടുക്കാം. അങ്ങനെ എല്ലാ പീസും നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിതുപോലെ റൗണ്ടിൽ സൂചി നൂലും യൂസ് ചെയ്തിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മൾ കുരുന്നുള്ള റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഒരു കട്ടിട്ട് കൊടുത്ത അവിടെയും അതുപോലെ തന്നെ നമ്മൾ ഇത് നൂലിങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, വലിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു വിരൽ നമ്മൾ ആ ഒരു ഗ്യാപ്പിന്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് റഫിലാക്കിയതിന് ശേഷം കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെയും പറയാണ്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഞാൻ പറയുന്നതിൽ കൂടുതൽ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാകും കേട്ടോ. അപ്പൊ ഞാൻ 28 പീസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് ആണ്. നോർമലി സ്ക്രഞ്ചീസ് ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ആക്കുന്ന റൗണ്ടിൽ ഉള്ള ആ ഒരു ഉരുണ്ടിരിക്കുന്ന ഇലാസ്റ്റിക് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു 12 ഇഞ്ചോളം ഞാൻ ഈ ഒരു ഇലാസ്റ്റിക്കിന്റെ ലെങ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ഇലാസ്റ്റിക്കും എടുക്കാം, അത് ഒരു 8 ഇഞ്ചോളം ഒക്കെ എടുത്താലും മതി കേട്ടോ. നോർമൽ ഇലാസ്റ്റിക് ആണ് എടുക്കുന്നതെങ്കിൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഇലാസ്റ്റിക്കിന്റെ ഉള്ളിലോട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ചെയ്ത് വെച്ച ഓരോ പീസും കയറ്റി കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവസാനം ഇതുപോലെ ഒന്ന് നല്ല ടൈറ്റ് ആക്കി കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ മറ്റേ ഒരു ഇലാസ്റ്റിക് ആണ്, അതായത് ഉരുണ്ട ഇലാസ്റ്റിക് അല്ലാണ്ട് മറ്റേ ഇലാസ്റ്റിക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും കെട്ടിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കൂടുതൽ സെക്യൂർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ കൈ വെച്ച് തുന്നി കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സ്ക്രഞ്ചി റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, എലഗന്റ് ആയിട്ട് തന്നെ നമുക്കിത് യൂസ് ആക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം നിങ്ങൾ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹെയർ ആക്സസറീസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി അധികം വീഡിയോസ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.